അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ ദേ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ നമ്മൾ 43-ലാണ് നമ്മുടെ റൂം വന്നിരിക്കുന്നത് ടിയ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഹോട്ടൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹോട്ടൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 5 ഡേയ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ 5 ഡേയ്സിന് ഒരു 65,000-70,000 റുപ്പീസ് ആട്ടോ വന്നിരിക്കുന്നത്. അതിലും കൂടാം, പക്ഷെ നമ്മളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഹോട്ടലിലെല്ലാം കാണിച്ചു കേട്ടോ. സെറ്റപ്പ് സംഭവമാണ്. 7-Eleven എന്ന ഒരു ഷോപ്പിൽ നമ്മുടെ ഷോപ്പിംഗ് ആണ് ഇത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം ഇവിടെ അദ്ദിക്കുട്ടിന് ഓൾറെഡി സെറ്റായി. നമ്മളതായത് ബിലോ 2 ringgits ടിയ, ഒരു മിനിറ്റ്, 2 ringgits ആണെങ്കിലും കുഴപ്പമില്ല. ബിലോ 2 ringgits ഉള്ള എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, 2 ringgits എന്ന് പറഞ്ഞാൽ 40 രൂപ. ഓക്കെ, ബിലോ. ഓക്കെ, അദ്ദിക്കുട്ടിന് അദ്ദിക്കുട്ടിന് ഏതാ എടുത്തത്? ഏതാ വേണ്ടേ അദ്ദിക്കുട്ടിന്? ഏതാ വേണ്ടേ പറയാം. അദ്ദിക്കുട്ടിന് അല്ലെങ്കിലേ ഒന്നും വാങ്ങിക്കാറില്ല. ഇതാണോ വേണ്ടത്? ഇതിന് എത്ര റിങ്കറ്റാ? 4. അതായത് 80 രൂപ. 80 രൂപ. ടേസ്റ്റി ആണോ? ശരി, വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ടിയ രാവിലെ നൂഡിൽസോ? ആ, ഓ, അതിനെന്താ റേറ്റ് വരുന്നേ? അതിനെന്താ റേറ്റ് വരുന്നേ? 5 എബോവ് ഇല്ല. അപ്പം ബിലോ 2 കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതെടുത്തു. ഇതിനെത്ര? 1 അല്ലേ? ഓക്കെ, ഇതും സെറ്റാണ്. 6 ആയി. അത് നമുക്ക് രാത്രി ഫുഡ് കഴിക്കാനുള്ള ഇതിന് മാത്രമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കിയോ, ഒരു 1-2 വരെയുള്ളത് നമ്മൾ നോക്കാം. വേഗം നോക്കിക്കോ. ആർക്കാണ് ഇത് നോക്കി. ഇത് 180. ഇത് വേണോ? നല്ല പുളിപ്പുള്ള സാധനമാണ്. സീവീഡോ? ഓക്കെ, വേഗം നോക്കിക്കോളൂ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇതൊക്കെ 11 ringgits ആണ്. അപ്പോൾ ഇത്തിരി കൂടുതൽ കൂടിയ പോലെ നമുക്കൊരു സംശയം വരുന്നുണ്ട്. എന്താണ് സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്? നമ്മൾ ഷോപ്പിങ്ങിന് വേറൊരു ദിവസം പോകുന്നുണ്ട്. അത് പോകുന്നില്ല, പുന്നാക്കാട് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ എന്തോ പ്രശ്നം. ഏതാ റിങ്സിന് എന്താ വരുന്നത്? 2 ringgitsോ? ഓക്കെ ഗൈസ്, ഇത് 2 ringgits ആട്ടോ. 40 രൂപയുടെയാണ്. അപ്പോൾ രണ്ടെണ്ണം എടുത്തോളൂ. 2 പേർക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ വല്ലതും ഉണ്ടോ ബിലോ 2? ആരാണോ വേഗം കണ്ടുപിടിക്കുന്നത് നമ്മൾ അതെടുക്കുന്നതാണ്. ഇവിടെ അദ്ദിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓ, നിനക്ക് കാല് വേനിക്കുന്നോ? കഴിഞ്ഞോ? ഇതെല്ലാം നമുക്ക് 1.90 ringgit ആട്ടോ. അപ്പം ഞാനിതിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ എടുക്കാം. അല്ല എന്നാ ടിയ, ഇതെടുത്തോ ടിയ, ഇത് കഴിക്കാൻ എടുത്തോ. സി, ഓക്കെ, എടാ അത് നോക്കടാ. അതിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ട്. 1.80 ആണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് ആണ്. പിന്നെ വേറെ എന്താ? ഇത് ഓരോരോ ബ്രെഡ് സാധനമാണേ. വെള്ളത്തിന് 1 ringgit ഉള്ളൂ. ഇതിന് എത്രയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടേ. ഓക്കെ, വരൂ പോവാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ വല്ലതും ഉണ്ടോ? കുഞ്ഞൻ ഇതൊക്കെ എത്ര റിങ്കറ്റ്സാ? ചോക്കി അത് എത്ര റിങ്കറ്റാ? 1. ഓക്കെ, ഫൈൻ. ഓക്കെ, 1 ringgit എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞെങ്കിൽ എത്രയായി? 40 രൂപയോ? എൻ്റെ അമ്മേ. ഗൈസ്, ഇവിടെ അദ്ദിക്കുട്ടൻ സെർച്ചിങ് ആണ്. പാവം അദ്ദിക്കുട്ടൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് സെറ്റാക്കി തരാം അദ്ദിക്കുട്ട. മമ്മ നാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇവിടെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ എടുത്തേ? ഗൈസ്, അങ്ങനെ നമുക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം എടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. ഇവിടെ തന്നെ കഴിക്കാം. ഏതാ വേണ്ടേ ഇപ്പം കഴിക്കാൻ? നിനക്ക് എന്താ വേണ്ടേ? അദ്ദിക്കുട്ടൻ എന്താ വേണ്ടേ? വെള്ളം മാത്രം മതിയോ? ഓക്കെ ഗൈസ്, നമ്മളെല്ലാം സെറ്റാക്കി. നമുക്കിപ്പം ടോട്ടൽ വന്നിരിക്കുന്നത് അദ്ദിക്കുട്ടൻ ആദ്യം വെള്ളമാണ് കേട്ടോ. അതില്ലാതെ ഒരു രക്ഷയില്ല. ടീക്കുട്ടി വേറെ എന്തോ ഒരു സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഐസ് വാട്ടറാണോ? അവർക്ക് കൊടുക്കാനാണ് ഗൈസ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒറ്റ മിനിറ്റ് ടിയ, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ തുറന്നിട്ടാണോ? ഫസ്റ്റ് യു ഹാവ് ടു ഓപ്പൺ. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കണം ഗൈസ്. അതൊരു വെറൈറ്റി പരിപാടിയാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇതാക്കി അദ്വിക്ക് ആ വെള്ളം പിടിച്ച് മറ്റേ ടീക്കുട്ടി കുറേ നേരമായിട്ടോ.
ആ യെസ് ഓക്കെ. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് തുറന്നതും കുളം പുഴ എല്ലാം ആയിട്ടുണ്ട്. അല്ല ചോദിക്കട്ടെ, അവരോട് ചോദിക്കും. മീഡിയം ടു ഹൈ ആണോ അതോ എവിടെ എന്താ ഇത് വെച്ചിട്ടുള്ളത്? 70 എന്താ? ഓക്കെ പ്രസ് ദ നമ്പർ 7 ഗൈസ്. നമ്മളോട് തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. 7 പ്രസ് ചെയ്തിട്ട് അതൊരു അടിപൊളി സംഭവം കേട്ടോ. 7 പ്രസ് ചെയ്തിട്ട് സംഗതികളെല്ലാം വരും. ഓക്കെ ബാക്കി മമ്മ എടുത്തു വെച്ച സമയങ്ങൾക്ക് കഴിക്കാം. വായോ. ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ചീസി പാസ്ത സംഭവം റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഇത് വേണോ ലാസ്റ്റ് ഗൈസ്. ഡാഡി ലാസ്റ്റ് പീസ്. മുഴുവൻ കഴിഞ്ഞു. ഇനി വേറെ എടുക്കട്ടെ പിന്നെ അതിക്കുട്ടെ. ഗൈസ് നമ്മുടെ റെഡിയായി. ഒറ്റ മിനിറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ഇത് തരാൻ പറയൂ. ഫോർക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. ഓ പാസ്ത ചീസ് ചിക്കൻ ഫസ്റ്റ് ടൈം ട്രൈയിങ്. എങ്ങനെയുണ്ടടാ? വേസ്റ്റ് ആയോ? നന്നായിട്ടുണ്ടോ ഡാഡി? എങ്ങനെയുണ്ട്? എന്തായിരുന്നു? മാക്ക് ആൻഡ് ചീസ്. സോറി കേട്ടോ. അത്യാവശ്യം അടിപൊളി സംഭവമാണ്. അതിക്കിട്ടോ ചിക്കു ഒരു കൈ കഴിക്കും മുത്തേ. ഒന്ന് കഴിച്ചു നോക്ക്. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് കോഫി ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവരിവിടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കഴിച്ചു. ചിക്കു കഴിച്ചു പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടെ വാങ്ങാം. ചിക്കു ഒന്ന് കഴിച്ചാൽ മതി മമ്മയ്ക്ക്. അതെ മലേഷ്യയിലുള്ള ചൈന ടൗണിലാണ്. ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫേക്ക് മാർക്കറ്റ്സ് ആണ്. അല്ലേ ടിയ? ടീക്ക് ലൂയി വിറ്റോൺ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ കയറി പോകുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ടിയ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ നമ്മുടെ റംബൂട്ടാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് ചേട്ടാ. ഞങ്ങൾക്ക് വേറെ വെറൈറ്റി തരൂല്ല ടിയ. എല്ലാപ്പോഴും കണ്ടുപടുത്തതാണ്. പക്ഷെ ഇവിടുത്തെ ഇത് ആ ഗ്രേപ്സ് അല്ലേ. പക്ഷെ എന്താണെന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫേക്ക് മാർക്കറ്റ്സ് ആണ്. അതായത് നമുക്ക് എത്രത്തോളം നിനക്ക് ബാർഗനിങ് ചെയ്യാൻ പറ്റണോ അത്ര. എവിടെ പേഴ്സ് നോക്ക്. റേറ്റ് ചോദിക്കല്ലേ? എത്രയാണോ ചോദിക്കേ? ഏത് പേഴ്സ്? ഇതല്ല പിന്നെ ഏതാ നോക്കേ. ടീക്കുട്ടിക്ക് ഏതോ ഒരു പേഴ്സ് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവർ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കേട്ടിട്ടുള്ളത്. ഏത് ഈ കുഞ്ഞതോ? ഇത് ഏത്? ലൂയി വിറ്റോണിൻ്റെ ഇതാ. അതല്ലേ പറഞ്ഞു ഇവിടെ ഫേക്ക് ആയിട്ട് സാധനങ്ങളാണ് കിട്ടുന്നത്. അതിൻ്റെ വേറെ ഉണ്ടോ നോക്ക് ലൂയി വിറ്റോണിൻ്റെ. അയ്യോ ഇവിടെ ഇതിന് വേണ്ടിയിട്ടാട്ടോ അവിടെ വന്നിരിക്കുന്നത്. അതാ ഡിയോറിൻ്റെ ടിയ മേലെ. അതോ ഗുച്ചി എല്ലാം ഉണ്ട്. ലൂയി വിറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. എൻ്റെ ബ്രാൻഡ് പ്യൂമ അങ്ങനത്തെ സാധനം ഇല്ല, അഡിഡാസ് അതൊക്കെ ഇല്ല. അതേപോലെ ഗേൾസിൻ്റെ ഒരു ബാഗിൻ്റെ ഒരു പേരാട്ടോ. ബാഗ് മാത്രമല്ല പലതുണ്ട് തോന്നുന്നു. നിമിഷം എനിക്ക് അറിയാതെയാണ്. എന്താ ടിയാ? ഇന്ന് ഇതെല്ലാം ഇവിടെ ഉള്ളതെല്ലാം ഫേക്കാണ്. പക്ഷെ നീ വാങ്ങിച്ചോ വേണമെങ്കിൽ. എന്നിട്ട് തീയാ നീ ഇതെങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കണം? അമ്മ പോലും ബാഗ് തൂക്കണില്ല. ഏത് വേണ്ട സ്ക്രാച്ച് ആയിട്ടുണ്ട്. അത് വേണ്ട വിട്. ഗൈസ് നമ്മുടെ മറ്റേ കോഴി കണ്ടിട്ടുണ്ട്. എവിടെ ടിയാ നോക്കിയാൽ അതിനെ പിടിച്ച് വലിച്ചു തന്ന് ആ കോഴിനെ. ഗൈസ് അങ്ങനെ നമ്മുടെ കോഴി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈന ടൗൺ. ഇതിൽ ലബൂബു എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. കാരണം ഇവിടെ ഫുള്ള് ബാർഗെയിനിങ് ആണ്. കുഞ്ഞിന് എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണം കേട്ടോ ടിയാ. ചിക്കുന് എന്താ വേണ്ടേ? എന്തെങ്കിലും കളിക്കാനുള്ള സാധനങ്ങൾ നിന്ന് വാങ്ങിച്ചോ, നമുക്ക് നോക്കാം. ഇതെല്ലാം ഫേക്കാണ് കേട്ടോ. പക്ഷെ ബാക്കി ക്വാളിറ്റിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചെറിയ രീതിയിൽ ഫേക്ക് പ്രൊഡക്ട്സ് ആണ് സംഭവം. ഇതൊക്കെ നോക്കിയേ, ഇത് നോക്കിയിട്ടിയാ സി, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലയെന്നൊന്നും പറയണില്ല അല്ലേ. ഓക്കെ പിന്നെ ഇത് ഫാൻസ്. ടീക്കുട്ടി വീണ്ടും ഒരു ബാഗ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒന്ന് വാങ്ങിക്കാനാണ്. ഏതാണ് ഇന്ന്? ഏതാ വാങ്ങിക്കുന്നത്?
ആ ഇവിടെ ഇപ്പോൾ ബാഗ്സ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേത് ബ്രാൻഡാ? ഗൂച്ചിയുടെ ബാഗ് നോക്കട്ടെ ഗൈസ്. ഓ നോക്കട്ടെ, ഗൂച്ചിയുടെ ബാഗോ? എത്ര റേറ്റ് ചോദിക്കേ? ഹൈ ക്വാളിറ്റി 120. ദിസ് വൺ നോ വേ. ഓക്കെ ഗൈസ്, ഇവിടെ നിമിഷാൻറ്റിക്കൊന്നും ബാർഗെയിനിങ് ചെയ്യാൻ അറിയണില്ല ഗൈസ്. നിമിഷാൻറ്റി തോറ്റു. അതെ ഗൈസ്, ഇവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ചന്തമുള്ളവരുണ്ട്. ഹായ്, ഇത് നോക്കിയേ ഗൈസ്, ഇവിടെ മുഴുവൻ വാച്ചസിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് നോക്കിയിട്ട് നിൻ്റെ കുറേ ഹലോ കിറ്റി സംഭവങ്ങൾ. യോ ഗൈസ്, ഇത് നോക്കി, ഇവിടെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാച്ചസ് വരെ ഉണ്ട് കേട്ടോ. ഇവർക്കൊന്നും ഒരു വാച്ചിൻ്റെ ആവശ്യമില്ല. യു വാണ്ട് അദ്വിക്കുട്ട ഒരു വാച്ച് വാങ്ങിച്ചു തരട്ടെടാ പ്ലീസ്. ഈ 2 എണ്ണത്തിനോ? അതോ ബാഗ്? ഓക്കെ ശരി, എന്നാൽ ഒരാൾക്കെങ്കിലും ആഗ്രഹം ബാഗ്. ടീ അത് നോക്കിയേ, ടാർണിഷ് അങ്ങനെ എന്തോ ഒരു ജ്വൽസ് ഉണ്ട്, നോക്കിയേ വേണോ ഗൈസ്? ഇവിടെ നല്ല ജ്വൽസ് ഉണ്ട് കേട്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഷോപ്പിലെങ്കിലും കയറി ഒരു ബാഗ് വാങ്ങിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 3ാമത്തെ ഷോപ്പാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ വീണ്ടും പറയാം, ഇതെല്ലാം ഫേക്ക് പ്രൊഡക്ട്സ് ആണ്. ഫേക്ക് പ്രൊഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഇവിടുത്തെ ഒരു ബാർഗെയിനിങ് സ്ട്രീറ്റാണ്. നിങ്ങൾക്ക് ബാർഗെയിനിങ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിമിഷാൻറ്റിക്ക് അത് ഒട്ടുമില്ല, ഒന്നുമില്ല. നിനക്കൊന്നും ഇഷ്ടമായില്ലേ? ഇന്നിവിടെ നിന്ന് ടീയ ബാഗ് വാങ്ങിയിട്ടേ പോവും. നീ ഒരെണ്ണം വാങ്ങിച്ചടാ, വേണ്ടേ? ഇവിടെ ഇങ്ങനെ ഇതൊരു ടൗണാണ് കേട്ടോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ഇന്നിപ്പം മൺഡേ ആയതുകൊണ്ട് അധികം തിരക്ക് കുറവാണ്. ഏത്? നോക്കട്ടെ. ഹായ് ഗൈസ്, ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കിയേ. 10 റിങ്കറ്റ്സ്, അതായത് 100 രൂപയോ? അല്ല, 10 ടിയ എടാ, നീ ഡൂരിയൻ കഴിച്ചിട്ടുണ്ട്? ആ വൃത്തികെട്ട മണമുള്ള ഒരു സാധനമാണ്. ഇതാണ് ആ സാധനം. വേണോ? വേണ്ടെന്നാണ് പറയണത്. നമുക്കും വേണ്ട. നമുക്കപ്പോൾ ഇനി എങ്ങനെ പോവാം? ടീക്കുട്ടിയുടെ ഇത് 4ാമത്തെയോ 5ാമത്തെയോ ഷോപ്പാണ്. ഇനിയും ഒരു ബാഗ് പോലും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളൊരു സ്റ്റാമ്പ് വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. അതിനൊക്കെ എന്താ റേറ്റ്? ഹൗ മച്ച്? 148 ഗൈസ്. ഇത് ഓൾ ആർ 8. സെലക്ട് 8ന് നമുക്ക് 10 ആയിരുന്നു പറഞ്ഞത്. നമുക്ക് പക്ഷേ 8 കിട്ടിയിട്ടുണ്ട്. സർവീസ് ചാർജ് അല്ല, നമ്മളത് വേറെ കാർഡല്ലേ. 10 ഇതായിരുന്നു. അതിന് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് 8 ആക്കി. ഡാഡി ഒരെണ്ണം വാങ്ങിക്കട്ടെ. ടീ നല്ലത് നോക്കി ഒരെണ്ണം വാങ്ങിക്കട്ടിയാ. എല്ലാം അങ്ങനെ നമ്മൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞാൽ 200 റുപ്പീസ്. നമ്മളിതൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട്. ഓ, ഇതിന് 2 ആണെങ്കിൽ ഫാൻ ടിയ ഫാനാ. ഹൗ മച്ച്? സാധനം ഗൈസ്, ഇതൊരു വെറൈറ്റി സാധനം. ഇത് ഓറഞ്ചിന്റെ എന്തോ സംഭവം തോന്നുന്നു കേട്ടോ. ഒരു വെറൈറ്റി സാധനം ഗൈസ് കാണിച്ചു തരാം. അതെന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതെന്താ ടിയ? ഇതെന്താ ഗൈസ്? ഇവിടെ മൊത്തം ദേ നോക്കിയേ, മാഷ്മെലോസ്. നമ്മളൊന്നും കാണാത്ത കുറേ ഡിഫറെൻറ്റ് ക്യാൻഡീസുകളാണ് കേട്ടോ. പക്ഷെ എല്ലാത്തിനും ഏതാണ് വെർത്ത് പറഞ്ഞു നോക്കട്ടെ. ഇതിന് നീ ഇന്നും എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവം. ഇതിനെന്താന്ന് വെച്ചാൽ 7 റിങ്കറ്റാണ്. അതായത് 140 രൂപയാണ് അതിന്. അപ്പോൾ അവിടെ നമ്മൾ 1 പീസ് 8 റിങ്കറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ 1 പീസ് 4 റിങ്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മളിപ്പോൾ മലേഷ്യൻ്റെ ഒരു സ്റ്റാമ്പ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ 1 പീസ്. ടിയ നോക്കി, 1 പീസ് 10 റിങ്കറ്റ്. നോക്കി, ഇതിന് 1ന് 10 ഉള്ളൂ. ടിയ നിൻ്റെ ഫ്രണ്ടിന് വാങ്ങിക്കണോ? ഏതാ? ഇതാണോ? ശരി, എന്നാൽ പിന്നെ അതൊന്ന് നല്ല നോക്കിയോ, നല്ല ഷൈനിങ് ഉള്ളത് നോക്കി വാങ്ങിക്കണം. ഇതിനും 10 റിങ്കറ്റ്സ് ആട്ടോ ഉള്ളത്. അതായത്
200 റുപ്പീസ്. അതായത് നമ്മുടെ 200 റുപ്പീസാണ് ഇത്. ഇതെല്ലാം 2 റിങ്കിറ്റ്സാ. 2 റിങ്കിറ്റ്സാണ് ഇതിന് മുഴുവനുള്ളത്. അതായത് 40 റുപ്പീസ്, 45 ആ ഒരു റേഞ്ചിലാട്ടോ. ഇത് നീ വാങ്ങിച്ചോട്ടിയാ? നന്നായിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നോക്കി 4 റിങ്കറ്റ്സ് ആണ് കേട്ടോ. അതായത് 80 രൂപയാണ് ഇതിനൊക്കെ. അതിക്കുട്ടിനനുസരിച്ച് അതിക്കുട്ടിൻ്റെ കയ്യിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. അതായത് 4 റിങ്കറ്റ്സ്, അതായത് 100 രൂപ, 150 രൂപ, 80 രൂപ കണ്ടോ. പക്ഷെ നമ്മളിനി മറ്റന്നാൾ പോകാൻ പോകുന്നത് ഗൈസ് ഫുൾ ഷോപ്പിംഗ് ആണ്. അപ്പോഴാണ് നമ്മൾ എല്ലാം വാങ്ങിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ നല്ല വിശപ്പുണ്ട് ടിയ അല്ലേ?